ഉയർപ്പിന് ശേഷമുള്ള കാലഘട്ടം ഓർമ്മപ്പെടുത്തലുകളുടെ കാലഘട്ടമാണ്. കല്ലറയ്ക്കരികിലിരുന്ന ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഗലീലയിലായിരിക്കുമ്പോൾ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുക. എമൗസിലേക്കുള്ള വഴിയിൽ അവൻ ശിഷ്യരെ മോശയും പ്രവാചകരും എഴുതിയിരിക്കുന്നത് ഓർമ്മിപ്പിച്ചു. പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്യുമ്പോഴും ഇതുതന്നെയാണ് പറയുന്നത്, ഞാൻ പറഞ്ഞതെല്ലാം അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. സത്യത്തിൽ ശിഷ്യന്മാർ പിന്നീട് എല്ലാം ഓർത്തെടുക്കുകയാണ്. അവൻ മരണത്തെക്കുറിച്ചും ഉയർപ്പിനെക്കുറിച്ചും പ്രവചിച്ചത്, അവൻ കാത്തിരിക്കാൻ പറഞ്ഞത്, പ്രഘോഷിക്കാൻ കൽപ്പിച്ചത്, പാലിക്കാൻ പഠിപ്പിച്ചവ അവരുടെ ഓർമ്മകളാണ് അവർ പ്രസംഗിച്ചത്. ആ ഓർമ്മകളാണ് എഴുതപ്പെട്ടത്. നല്ലതെന്തെന്നും ഉചിതമായതെന്തെന്നും അറിവില്ലാത്തത് കൊണ്ടല്ല, പലപ്പോഴും കൃത്യസമയത്ത് കൃത്യമായി ഓർത്തെടുത്ത് പ്രാവർത്തികമാക്കാനാവാത്തിടത്താണ് നമുക്കൊക്കെ തെറ്റുപറ്റുന്നത്. ആവേശം കൊണ്ടും സമ്മർദ്ദം കൊണ്ടുമൊക്കെ എടുത്തു ചാടും മുമ്പ് ഒരു നിമിഷം നിന്ന് ഗുരു പഠിപ്പിച്ചത് എന്തെന്ന് ഓർക്കുന്ന ശിഷ്യൻ നന്മയുള്ള തീരുമാനങ്ങളെടുക്കും. അതിനെ സഹായിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടായിരിക്കും പത്രോസ് പിന്നെ വാളെടുക്കാത്തത്, ശിഷ്യർ പിന്നെ ഓടി ഒളിക്കാത്തത്. ഉചിതമായ സമയത്ത് ഉചിതമായ ഉൾക്കാഴ്ച നൽകണമേ എന്നത് എന്നും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്.